ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമുക്ക് ഭരതന്റെ പാദക പൂജയെക്കുറിച്ച് ചിന്തിക്കാം. രാമൻ കാട്ടിലേക്ക് പോയി. ദശരഥ മഹാരാജാവ് ശരീരം വെടിഞ്ഞു. ഈ വാർത്ത അറിഞ്ഞിട്ട് ഭരത ശത്രുഘ്നന്മാരൊക്കെ രാജ്യത്തിൽ തിരിച്ചെത്തി. രാജ്യത്തിൽ വന്നപ്പോഴാണല്ലോ ന്യൂസൊക്കെ ഭരതൻ അറിയുന്നത്. അപ്പോഴേക്കും രാമനെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട്, കാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനും അച്ഛൻ്റെ മരണ വാർത്ത അറിയിക്കാനും വേണ്ടിയിട്ട് ഭരതൻ പരിവാരസമേതം കാട്ടിലേക്ക് പോവാണ്. കാട്ടിലേക്ക് ചെന്ന് ജ്യേഷ്ഠനോട് വളരെയധികം നിർബന്ധിക്കുകയാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ ശ്രീരാമൻ എന്താ പറയണേ? അച്ഛന് കൊടുത്ത വാക്കാണ്. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കാനനവാസത്തിന് വന്നിരിക്കണം. അപ്പം അത് പൂർത്തിയാക്കണം. അപ്പോൾ കാട്ടിൽ തന്നെ അച്ഛൻ്റെ ശേഷക്രിയകളെല്ലാം ചെയ്തു. അതിനുശേഷം ഭരതൻ്റെ അടുത്ത് പറയും, നീ പോയിട്ട് സന്തോഷത്തോടെ രാജ്യം ഭരിക്കും. ഭരതൻ കഴിയുന്നത്ര നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഭരതൻ പറയും, ശരി, ഞാൻ തിരിച്ചു പോകാം. പക്ഷെ ഒരു കണ്ടീഷൻ. ഒന്ന്, അങ്ങയുടെ പാദകം മെതിയിടി തരും. ആ മെതിയിടി സിംഹാസനത്തിൽ വെച്ചിട്ട്, ആ സിംഹാസനത്തിൽ ഞാനിരിക്കില്ല, കാരണം അത് രാമൻ്റെ സിംഹാസനമാണ്. ആ പാദകം വെച്ച് പൂജ ചെയ്തുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രാജ്യഭരണ കാര്യങ്ങൾ ഒരു സേവകനെ പോലെ നിർവഹിക്കാം. അതൊന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയണേ? 14 വർഷം പൂർത്തിയാകുന്ന ദിവസം അങ്ങ് തിരിച്ചു വന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും. അപ്പം രാമൻ സമ്മതിക്കും. തീർച്ചയായിട്ടും 14 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ തിരിച്ചു വരാം. രാമപാദകങ്ങളും കൊണ്ട്, രാമപാദകങ്ങൾ രണ്ടും എടുത്ത് തലയിൽ വെച്ചിട്ട് ഭരതൻ രാമ 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 ജപിച്ചുകൊണ്ട് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് തിരിച്ച് പോവാണ് അയോധ്യയിലേക്ക്. ഈ ചിത്രം, രാമനെ തേടിയിട്ട് ഭരതൻ കാട്ടിലേക്ക് വരിക, യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭരതന് ഇത്രയും വലിയ രാജസിംഹാസനം കിട്ടിയിരിക്കുകയാണ്. വേണമെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്ന് രാജ്യം ഭരിച്ചാൽ മതി. കാട്ടിൽ തിരിച്ചു വരികയും ഏട്ടനെ കൂട്ടിയിട്ട് പോവുകയും ഒന്നും ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു അധികാരത്തിന്റെ കസേര കിട്ടാൻ അല്ലേ കാത്തിരിക്കുകയാണ് എല്ലാവരും. അത് ആരുടെയെങ്കിലും കാലെ പിടിച്ച് താഴെ ഇട്ടിട്ടാണെങ്കിലും എനിക്ക് അധികാരം വേണം, സീറ്റ് വേണം, പദവി വേണം, പേര് വേണം, പ്രശസ്തി വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രാമായണത്തിലെ ഭരതൻ്റെ ഈ മനോഭാവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അർഹതയില്ലാത്ത ഒരു സീറ്റ് കിട്ടിയിട്ട്, കാരണം തനിക്ക് യോഗ്യമല്ല, അത് ഏട്ടന് യോജിക്കുന്ന സീറ്റാണ്, ആളാണ് അതിൻ്റെ അർഹത ഉള്ള ആൾ. അതിൻ്റെ അർത്ഥം ഭരതൻ മോശക്കാരനല്ല, വളരെ വിവേകശാലിയാണ്, മിടുക്കനാ, വളരെ നല്ല പാണ്ഡിത്യമുള്ള ആളാ. പക്ഷേ ജ്യേഷ്ഠന് അവകാശപ്പെട്ടതാണത്. പട്ടാഭിഷേകം നടക്കേണ്ടതായിരുന്നു, അത് മുടങ്ങിയിരിക്കുക. ഇതെല്ലാവർക്കും അറിയാം, ഭരതനറിയാം. അതുകൊണ്ട് തനിക്ക് അർഹതയില്ലാത്ത ഒരു അധികാര കസേരയിൽ ഇരിക്കാൻ ആള് തയ്യാറായില്ല. ഇന്ന് യോഗ്യതകളെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. എനിക്ക് ഈ സീറ്റിനുള്ള യോഗ്യത എന്താ? എല്ലാവർക്കും എന്തേ വേണ്ടു? സീറ്റ് മാത്രമേ വേണ്ടൂ. ഒരു ജോലിക്ക് കയറിയാൽ തന്നെ ഇന്ന് സമരം വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? അവകാശങ്ങൾ നേടിയെടുക്കാൻ എല്ലാവർക്കും സമരമാണ്. ദിവസവും നമ്മൾ റോഡിൽ നോക്കിയാൽ ഓരോ ജാഥകൾ പോണതാണ്. പക്ഷെ നമ്മൾ ഒരു ജാഥയെങ്കിലും ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ കടമകളെ നിർവഹിക്കാത്തതിനെ കുറിച്ചൊരു ജാഥ, അല്ലെങ്കിൽ കടമകളെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്ന ഒരു ജാഥ? അത് നമ്മൾ എവിടെയും കാണാറില്ല. കിട്ടിയില്ല കിട്ടിയില്ല, തന്നില്ല നേടിയെടുക്കാൻ അതിൻ്റെ ജാഥകളാണ് നമ്മൾ കാണുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവെയർ ആകണതേ ഇല്ല. എനിക്ക് അവകാശങ്ങൾ ഞാൻ ചോദിച്ച് വാങ്ങുന്നത് പോലെ തന്നെ എനിക്ക് പൂർത്തിയാക്കേണ്ട ചില കടമകളും ഉണ്ട്, കർത്തവ്യങ്ങളും ഉണ്ട്.
അപ്പം താൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ അത്രയധികം ചിന്തിക്കാറില്ല. എനിക്ക് കിട്ടേണ്ടതിനെ കുറിച്ച് മാത്രമേ എല്ലാവർക്കും ചിന്ത കൂടുതലുള്ളൂ. ഭരതൻ ചിന്തിച്ചത് എന്താണ്? ജ്യേഷ്ഠൻ തിരിച്ചു വരണം, അതായത് ധർമ്മം തിരിച്ചു വരണം. സ്വയം വിവേകശാലിയാണ്. പക്ഷെ വിവേകത്തിന് ഒറ്റയ്ക്ക് നാട് ഭരിക്കാൻ പറ്റില്ല. സാധാരണ പറയില്ലേ, ലോജിക് ഈസ് എ ലോയർ എന്ന് പറയാം. വിവേകം തനിയെ നിൽക്കുകയാണെങ്കിൽ അതൊരു വക്കീലിനെ പോലെയാണ്. അറിവ് ഒറ്റയ്ക്ക് നിന്ന. കാരണം എന്താ, പാണ്ഡിത്യം തന്നെ ഉള്ളെങ്കിലും ഒരു ലോയർ, ഒരു വക്കീലിന്റെ ജോലി എന്താ? വാദിയുടെ കൂടെ നിൽക്കും, പ്രതിയുടെ കൂടെ നിൽക്കും. ആർക്ക് വേണ്ടി വേണമെങ്കിലും വാദിക്കും. ആളുടെ ജോലി വാദിക്കുക എന്നുള്ളതാണ്. പ്രതിയെ കിട്ടിയ അവർക്ക് അനുകൂലമായിട്ട് വാദിക്കും, വാദിയെ കിട്ടിയ അവർക്ക് അനുകൂലമായിട്ട് വാദിക്കും. വക്കീലിന് എന്തേ വേണ്ടു? പൈസ. പൈസ എവിടുന്ന് കൂടുതൽ കിട്ടുമോ? അത് ഈ അടുത്തിടയ്ക്കും കൂടെ ഒരു കേസിന്റെ കാര്യം വന്നൊരു സഹോദരൻ പറയുമ്പോൾ പറയണ്ടായി, സിസ്റ്ററെ ഞങ്ങളുടെ വക്കീല്, ഞാൻ പൈസ കൊടുത്തിട്ട് കേസിനുള്ള ഞങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ട വക്കീല് ഞങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട്, കാരണം അവർ കുറച്ച് കൂടുതൽ പൈസ കൊടുത്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങും, ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ വക്കീല്, പക്ഷെ അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് കേസിന് അവർക്ക് അനുയോജ്യമാക്കി മാറ്റി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ധർമ്മം അങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കേസിന് എത്ര വിശ്വസിച്ച് നമ്മളൊരു വക്കീലിന്റെ അടുത്ത് പോണേ, പൈസ കൊടുക്കണേ അല്ലെ? കൂലി വാങ്ങുകയും ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. എവിടെ ധർമ്മം, എവിടെ അധർമ്മം? എന്താ മാനസികാവസ്ഥ? എന്താ മനുഷ്യന്റെ? കൂലി കിട്ടണം, ശരിയാണ്, പക്ഷെ ഇവിടുന്നും വേണം, അവിടുന്നും വേണം. പൈസയുടെ ആർത്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തില് മനസാക്ഷിയെ അങ്ങനെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു മടിയില്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഒരു ഫാമിലി വന്നിട്ട് പറയണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഒരാളെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു, ആള് മരിച്ചു. 12 മണിക്ക് കൊണ്ടുപോയതാ, ആളപ്പം തന്നെ മരിച്ചു. പക്ഷെ മരുന്നുകൾ വാങ്ങിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക വൈകുന്നേരം വരെ. ആർക്കായി മരുന്നുകൾ? ആള് മരിച്ചു കഴിഞ്ഞു. പക്ഷേ സിസ്റ്ററെ, ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ബില്ല് കണക്കുണ്ട്, ഇയാള് വന്നു കഴിഞ്ഞാൽ, ഒരു പേഷ്യന്റ് വന്നാൽ ഇത്ര രൂപ ആക്കിയിരിക്കണം ബില്ല്. പക്ഷെ അത് അവരെങ്ങനെയോ പറഞ്ഞു സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓൾറെഡി അവർക്ക് പ്രിയപ്പെട്ട ആള് മരിച്ചു. പിന്നെ ഈ അധർമ്മത്തിന്റെ ന്യൂസും കൂടെ കേൾക്കുമ്പോൾ ആ മരിച്ച ആളുടെ പേരിലാണ് ഇഞ്ചക്ഷൻസ്, മരുന്നുകള്, ബില്ലുകൾ പോയിക്കൊണ്ടേയിരിക്കുക, ലക്ഷങ്ങള്. നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു 10 ബിൽഡിംഗ് കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം. കെട്ടിടങ്ങൾ കൂട്ടാം, റൂമുകളുടെ എണ്ണം കൂട്ടാം, കുറച്ചും കൂടെ രോഗികൾക്ക് വേണ്ടിയിട്ട് രോഗികളെ കൊണ്ടുവരാനും അല്ലെങ്കിൽ 4 ഡോക്ടേഴ്സിനെ എക്സ്ട്രാ വെക്കാൻ പറ്റുമായിരിക്കാം ഈ പൈസ കൊണ്ടൊക്കെ. പക്ഷെ നമ്മുടെ മനസാക്ഷി കുത്ത് എന്നുള്ളതൊന്നുണ്ടല്ലോ. ആരുടെയെങ്കിലുമൊക്കെ വേദന നിറഞ്ഞ ധനം നമ്മുടെ അടുത്തേക്ക് വന്നാൽ ആ ധനം നമ്മൾ ആർക്കൊക്കെ കൊടുക്കണോ? ആ അന്നം ആരൊക്കെ കഴിക്കുന്നോ? ആ ധനം ആരൊക്കെ പങ്കിട്ട് കൊടുക്കേണ്ടി വരുന്നോ? അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് ആ വേദനയും കൂടി കടന്നു പോകും എന്നുള്ളത് നമ്മൾ സ്മരിക്കുന്നില്ല. കോടീശ്വരന്മാരാകാൻ നമുക്കൊരു പക്ഷെ പേരും പ്രശസ്തിയും കിട്ടും, പക്ഷെ നമ്മുടെ വേദനകൾക്ക് ഒരിക്കലും ശമനം ഉണ്ടാവില്ല. നമുക്ക് വേദനിച്ച് തന്നെ മരിക്കേണ്ടി വരും. കാരണം നമ്മൾ നിമിത്തം അനേകർക്ക് വേദന കൊടുത്തിട്ടുണ്ട്, അനേകരുടെ അടുത്ത് നിന്ന് നമ്മൾ ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് നാണയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും, പക്ഷെ മനസ്സിൽ എപ്പോഴും കടമായിരിക്കും. ഉള്ളിലെ വേദനകളും ടെൻഷനും കൂടുതലാണ്. മറ്റേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും, ഈ ബാങ്കിൽ എപ്പോഴും നമ്മൾ കടക്കാരുമായിരിക്കും. മരിച്ചാലും ആത്മാവൽ പോകുമ്പോൾ ഈ ശരീരമല്ലേ പോകുള്ളൂ, മരിച്ചാലും കത്തിച്ച് കളയുള്ളൂ. ഇവിടെ കടം കൊണ്ടാണ് നമ്മൾ പോകുമ്പോഴും ആരുടെയെല്ലാം അവിടുത്തെ കടം ഉണ്ടാക്കി. ആ കടം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വീട്ടേണ്ടി വരും. ഭരതൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ലോജിക്ക് ഒറ്റയ്ക്ക് നിൽക്കില്ല. ലോജിക്കിന്, വിവേകത്തിന് ആര് കൂടെ വേണം? ധർമ്മം കൂടെ വേണം. രണ്ടുപേരും കൂടെ ചേർന്ന് ഭരണം നടത്തുമ്പോൾ മാത്രമേ. അതുകൊണ്ടാണ് ഭരതൻ ആഗ്രഹിക്കുന്നത് രാമൻ തിരിച്ച് വരണം. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് അറിവും ബുദ്ധിയും കഴിവുകളും മാത്രം പോരാ. കാരണം ഇന്ന് പഠിപ്പില്ലാത്തവരല്ല തെറ്റൊക്കെ ചെയ്യുന്നത്. ഏറ്റവും നല്ല പഠിപ്പും പദവിയും ഏറ്റവും നല്ല സ്ഥാനങ്ങളിലും മാനങ്ങളിലും ഇരുന്നു കൊണ്ട് തെറ്റുകൾ കൂടി വരിക. അതിൻ്റെ അർത്ഥം എന്താ? അറിവില്ലാഞ്ഞിട്ടല്ല. അറിവ് ഇത്രയും സമ്പാദിച്ചിട്ടും
ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുക. അപ്പൊ ധാർമ്മിക ജീവിതത്തിന്റെ തിരിച്ചറിവാണ് നമുക്കില്ല. അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. ലോജിക്ക് ഒറ്റയ്ക്ക് നിൽക്കുക, ഒപ്പം ധർമ്മം കൂടെ നിൽക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അതുകൊണ്ടാണ് പണ്ട് നമ്മളോട് പറയില്ല, ഒരു വീടുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിലൊരു പൂജാമുറിയും കൂടെ വേണം. എൻ്റെ അർത്ഥം എന്താ? വീട്ടിൻ്റെ ഓണർ ആരാന്ന് നമ്മളാരും മറക്കരുത്, ബോസിനെ മറന്ന് ജീവിക്കരുത്. എൻ്റെ അർത്ഥം എന്താ? പൂജാമുറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിനൊരു മുറി കൊടുക്കണ്ടേ? ദൈവം അവിടെ വെറുതെ വന്നിരിക്കില്ല, നമ്മൾ വിളിച്ചാലേ വന്നിരിക്കുള്ളൂ. എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അവയർനെസ് ഉണ്ടാകണം. ഏത് ജോലി, ഏത് കടമ, ഏത് കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ വേണം. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഈ അഹങ്കാരത്തിൽ പെട്ടിട്ട് നമ്മളാരും അധപ്പതിക്കില്ല. ഓരോ പൊസിഷനും, ഓരോ ഡിഗ്രികളും, ഓരോ പദവികളും കൂടി വരുമ്പോൾ അഹന്ത നമുക്കുണ്ടാവില്ല. വിനയം കൊണ്ട് നമ്മൾ തല കുനിക്കുകയുള്ളൂ. ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിക്കുന്നു, ഞാൻ കേവലം ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം, ഒരു ഉപകരണം മാത്രം. അപ്പൊ എപ്പോഴും ഒരു വിധേയത്വം ഉണ്ടാവും. നമുക്ക് വിധേയത്വം വേണം. ഒരാളുടെ അടുത്ത് തീർച്ചയായിട്ടും വിധേയത്വം വേണം. ഇല്ലെങ്കിൽ നമ്മുടെ അഹന്ത, നമ്മുടെ ഉള്ളിലെ അഴുക്ക് സ്വഭാവങ്ങൾ എന്ത് ചെയ്യും? അധാർമിക സ്വഭാവങ്ങൾ പുറത്തേക്ക്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മളോട് പറയില്ലേ, ഓർമ്മ വേണം കുഞ്ഞെ, മേലെ ഒരാളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, ഓർമ്മിപ്പിച്ചു തരിക, മക്കളെ തെറ്റ് ചെയ്യരുത്. മേലെ ഒരാൾ കണ്ടോണ്ടിരിക്കുന്ന അർത്ഥം മേലെ ഇരിക്കുന്ന ദൈവത്തിന് നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് വിഷമല്ല. ആളുടെ ഉള്ളിലെ ഫീലിംഗ് എന്താ? അത് നമ്മുടെ അച്ഛനും അമ്മയാ. നമ്മുടെ തെറ്റിനെ കുറിച്ച് ആ സർവശക്തിന് വിഷമല്ല, പിന്നെ നമ്മളോട് ദയയാണ്. കാരണം ഇവര് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുമല്ലോ. എൻ്റെ കുട്ടികൾക്ക് നാളെ ദുഃഖിക്കേണ്ടി വരുമല്ലോ, നരകിക്കേണ്ടി വരുമല്ലോ, അതൊരച്ഛനും അമ്മയ്ക്ക് സഹിക്കില്ല. അപ്പൊ മേലെ ഒരാളുണ്ട് അർത്ഥം നമ്മളെ പേടിപ്പിക്കാനല്ല, പിന്നെ നമുക്ക് നമ്മുടെ കർമ്മത്തെ ഭയപ്പെടുത്താൻ. ദൈവത്തെ അല്ല പേടിക്കണ്ടേ. മേലെ ഒരാളുണ്ട് കാണുന്നെന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചോ ദൈവം എന്തൊക്കെയോ നമ്മളെ നോക്കിയിരിക്കുന്ന ആളൊരു ഭീകരന്. നമ്മുടെ മുന്നിൽ ദൈവത്തിന്റെ ഒരു ഭീകര ചിത്ര, നമ്മുടെ കയ്യിലിരിക്കുന്ന ഭീകര സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ മുത്തശ്ശിമാര് നമ്മളെ ബോധവാന്മാരാക്കിയത് നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ പ്രതി ഇത്രയും അവബോധം വേണം. നാളെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന തരത്തില്, നാളെ കരയേണ്ടി വരുന്ന തരത്തിലൊരു കർമ്മം ഇന്ന് ചെയ്യരുത്. കണ്ട, രാമപാദകം വെച്ച് പൂജിക്കുകയാണ്. എന്റെ അർത്ഥം എന്താ? അങ്ങുണ്ട് അവിടെ, അങ്ങയ്ക്ക് വേണ്ടി ഞാനിതെല്ലാം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇത്രയും ഒരു ബോധം വേണ്ടു. വീട് നമ്മുടെ ഒറ്റമുറി വീടായിക്കോട്ടെ നമ്മൾ ഇരിക്കണേ, അവിടെ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രത്യേകിച്ചൊരു മുറി വെക്കാനില്ല, ഒന്നും വേണ്ട. കുടിലാണ് ജീവിക്കുന്നതെങ്കിലും ബോധം, അവയർനെസ് വേണം. ഏത് അവയർനെസ്? ഭഗവാൻ സർവശക്തിവാൻ ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ഭഗവാന്റെ ഒരു കുട്ടിയാണ്, ഒരു ഈശ്വരന്റെ സേവകനാണ്. വീട്ടിലാണെങ്കിലും ഓർമ്മ വേണം, ഇത് ഈശ്വരന്റെ സേവാസ്ഥാനാണ്. ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക ഈ മക്കളെ നോക്കാൻ, അല്ലെങ്കിൽ ഈ കുടുംബം നോക്കാൻ, ഈ കാര്യങ്ങൾ നോക്കാൻ. ഓഫീസാണെങ്കിലും ഇത് ഈശ്വരന്റെ സേവാസ്ഥാനാണ്. ഇവിടെ ഞാൻ ചെയ്യുന്ന ജോലികളെല്ലാം ഭഗവാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യ. അപ്പൊ നമുക്ക് ഉള്ളിലെന്താവും? ഒരു ഡിവോഷൻ വരും, ഉള്ളിൽ നിന്നൊരു സമർപ്പണ ഭാവം വരും. അപ്പൊ ഓരോ കർമ്മത്തിലും നമുക്ക് തീർച്ചയായിട്ടും സിൻസിയറിറ്റി ഉണ്ടാവും. ആത്മാർത്ഥതയില്ലാതെ, സത്യസന്ധതയില്ലാതെ ധർമ്മം വിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. അതിനാണ് അങ്ങനെ പറഞ്ഞിരുന്നത്, ധർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാതിരിക്കാൻ. രാമപാദകം നോക്കിയിട്ട്, കാരണം രാമപാദകം നോക്കുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരും? ആ പാത ഓർമ്മ വരും. ചെരുപ്പിനെ നോക്കി പോവാന്നുള്ളതല്ല, ചെരുപ്പ് കാലിലിടുന്ന സാധന. കാൽച്ചുവടുകളെ പിന്തുടരുക. രാമപാത ഏതാണ്? ധർമ്മത്തിന്റെ പാതയാണ്, നീതിയുടെ പാതയാണ്, ന്യായത്തിന്റെ പാതയാണ്. ധർമ്മത്തിലും നീതിയിലും ന്യായത്തിലും അധിഷ്ഠിതമായി നമ്മൾ ചുവടുകളെ വെച്ച് മുന്നോട്ട് പോകണം. അതാണ് രാമപാദക പൂജ കൊണ്ട് നമുക്ക് ഓർമ്മിപ്പിച്ചു തരണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങിയാൽ എന്തായി? നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാകും. നമ്മൾ എവിടെ ഇരുന്ന്, ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്താലും അതുകൊണ്ട് നന്മ നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, വല്ല അധികാരവും പവറും കസേരയും ഒന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാര് എത്ര നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ മാൻ, എത്ര സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല ആൾക്കാർ സമൂഹത്തിന് വേണ്ടി, അവർക്ക് വലിയ പേരും പ്രശസ്തിയും ഒന്നുമില്ല, പക്ഷെ വളരെ ഗുപ്ത
ഗുപ്ത രീതിയിൽ ആരും അറിയാതെ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച്, തൻ്റെ ശരീരവും മനസ്സും ധനവും കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് കുടുംബത്തിന്, അനേക കുടുംബങ്ങൾക്ക്, നാടിന് തന്നെ വേണ്ടിയിട്ട് വളരെ ഗുപ്ത രൂപത്തിൽ നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അല്ല, ഞാൻ മന്ത്രിയായ ഞാൻ എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ MLA എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആകട്ടെ, അല്ലെങ്കിൽ സെക്രട്ടറി ആകട്ടെ, എന്നെ ഒന്ന് പ്രധാനമന്ത്രിയാക്കിയിരുന്ന് ഞാനൊക്കെ ഈ നാടൊക്കെ നന്നാക്കിയിട്ടുണ്ടാവും. ഓരോരുത്തർ ഭയങ്കര വീരവാദമൊക്കെ പറയും. പക്ഷെ ഇപ്പം ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്ന് ഞാൻ എന്താ ചെയ്യണം? പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ശരി. ഇപ്പം ഞാൻ എവിടെയാണ്? ഞാൻ എൻ്റെ വീട്ടിലെ പ്രധാനമന്ത്രി ആണെങ്കിൽ ഞാൻ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണം? പണ്ടൊരാള് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. വൈസ് പ്രസിഡന്റിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു ഒരു സമിതിയിൽ, സംഘടനയിൽ. തോറ്റിട്ട് വിഷമത്തോടെ വീട്ടിൽ വരും. അപ്പോൾ ആളുടെ ഭാര്യ പറയും, നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? നിങ്ങൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിലല്ലേ തോറ്റുള്ളൂ. ഈ വീട്ടിൽ നിങ്ങളാ വൈസ് പ്രസിഡന്റ്, കാരണം ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ്, നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് തമാശയ്ക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, നമുക്ക് നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരവും കസേരയും സീറ്റും ഒന്നും ഇല്ലെങ്കിലും ഏത് സീറ്റിൽ നമ്മൾ ഇരിക്കുന്നു, ഏത് റോളാണോ ഈ നാടകത്തിൽ നമുക്ക് കിട്ടിയിരിക്കണേ, ആ റോളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഭരതൻ ചെയ്തത്. ഭരതൻ എന്താ ചെയ്ത് നോക്കൂ. അയോധ്യയിൽ വന്നിട്ട് ഒരു കുടില് കെട്ടിയിട്ട് ആ കുടിലിൻ്റെ ഉള്ളിലാണ് ഇരിക്കണേ. കാഷായ വസ്ത്രം ധരിക്കണ. എങ്ങനെയാണോ രാമൻ കാട്ടിലിരിക്കണേ അതേ ജീവിതശൈലിയാണ് കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് ഭരതൻ ചെയ്തത്. എന്നാലോ രാജ്യത്തിന്റെ മുഴുവൻ ഭരണവും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ചെയ്തു. ഒന്നാന്തരായിട്ട് രാജ്യം ഭരിച്ചു. അത്രയും കീർത്തി, രാമൻ എത്ര മഹത്വം ഉണ്ടോ നാട്ടില്, ആ പേരിനെ പ്രശസ്തപ്പെടുത്തുന്ന തരത്തിൽ തന്നെ ഭരിച്ചു. പക്ഷെ ലൈഫ് സ്റ്റൈൽ, ജീവിതം വളരെ ലളിതമായിരുന്നു. ഇത്രയും ലളിതമായ ജീവിതം ജീവിച്ചുകൊണ്ട് പക്ഷെ വളരെ മഹത്തരമായ സാമ്പിളായിട്ട്, സിമ്പിൾ ആൻഡ് സാമ്പിൾ ലൈഫ്, ലളിത ജീവിതം പക്ഷെ മഹാനതയുള്ള കർത്തവ്യം ചെയ്തു കാണിച്ചു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ മഹാനതകളുണ്ട്, നന്മകളുണ്ട് എന്നുള്ളതാണ്. ചില കർഷകരിൽ പോലും നോക്കൂ, ചില കൃഷിക്കാർ തമ്മിൽ ചില സ്ഥലങ്ങളിൽ ശണ്ട കണ്ടിട്ടില്ലേ? വെള്ളം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, പാടത്തുള്ള വെള്ളം രാത്രി ചിലരെന്ത് ചെയ്യും, അടുത്ത ആളുടെ പാടത്തുള്ള വെള്ളം എല്ലാവരും ഉറങ്ങണ സമയത്ത് പോയി തിരിച്ച് തൻ്റെ പാടത്തേക്ക് വിടും. അയാൾ കെട്ടി നിർത്തിയ വെള്ളമായിരിക്കും, പാവം എവിടുന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്നു രാത്രി പോയി ആരും അറിയാതെ തൻ്റെ പാടത്തേക്ക് തിരിച്ചു വിടും. ഇനി ചില ആൾക്കാർ നേരെ തിരിച്ചുമുണ്ട്, വെള്ളം അടുത്ത പാടത്തേക്ക് ഒഴുക്കി കൊടുക്കുന്നവരുണ്ട്, അറിഞ്ഞുകൊണ്ട്. എല്ലാവരുടെയും പാടം നനയട്ടെ, എല്ലാവർക്കും വെള്ളം കിട്ടട്ടെ, എനിക്ക് അതിനുള്ള ചിലരുണ്ട്. പല കുഴൽ കിണർ, പല ഫെസിലിറ്റി ഉള്ളവരുണ്ടാവും, പൈസയുള്ളവരുണ്ടാക്കിയിട്ടുണ്ടാവും. അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, വെള്ളം മറ്റുള്ളവർക്ക് കൊടുക്കും. ഒരു സഹോദരൻ, ഒരു കൃഷിക്കാരൻ വന്നിട്ട് ഇടയ്ക്ക് പറയാറുണ്ട്, സിസ്റ്ററെ, അടുത്ത പാടത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ പാടത്ത് നെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മലമൂത്ര വിസർജനം വരെ അവിടെ വന്ന് ചെയ്യും, ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. പാടത്തെ ദിവസവും രാത്രി വന്നിട്ട് വരമ്പെല്ലാം വെട്ടിയിട്ട് എല്ലാ വെള്ളം മുഴുവൻ ഒഴുക്കിയെടുത്തിട്ട് എന്തൊക്കെയാ ചതിക്കണേ. ഞാനൊരു പാവമാണെന്ന് അറിഞ്ഞപ്പോൾ ഈ രീതിയിൽ പലതരത്തിലാണ് ഉപദ്രവിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, മനുഷ്യരുടെ എല്ലാവരുടെ ഉള്ളിലും ധർമ്മത്തിൻ്റെ പാതയുണ്ട്, അധർമ്മത്തിൻ്റെ പാതയുണ്ട്, രണ്ടും ഉണ്ട്. മനോഭാവമാണിതല്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാം. നന്മകൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, നന്മകൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ ധർമ്മത്തിൻ്റെ പാതയിലാണോ പോണേ, അതോ അധർമ്മത്തിൻ്റെ പാതയിലാണോ പോണേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭരതൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? സിംഹാസനത്തിന്റെ കസേരയിലൊന്നും ഇരുന്നില്ലെങ്കിലും എന്ത് ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്യാം. രാജ്യഭരണം എന്ന് പറയുന്ന ഇത്രയും സർവശ്രേഷ്ഠ കാര്യം പോലും ചെയ്യാം. പക്ഷേ രാമപാതകം നോക്കിക്കൊണ്ട്, അതാ മറക്കാൻ പാടില്ല. അപ്പൊ വിവേകശാലിയായിരിക്കണം, ഒപ്പം എന്ത് ചെയ്യണം, കൂട്ടത്തില് രാമതത്വം കൂടെ വെക്കണം, ധാർമ്മികത കൂടെ വേണം, രാമന്റെ പാതയെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ രാജ്യം ഭരിക്കുന്ന ജോലിയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമുക്കുണ്ടല്ലോ ഒരു രാജ്യം. അറ്റ്ലീസ്റ്റ് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം നമ്മുടെ രാജ്യമാണ്.
അതാണ് രാജയോഗം ഭഗവാൻ പഠിപ്പിക്കുന്നത്. ആത്മാവിന് രാജാവായിട്ട് ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ ആദ്യം നിയന്ത്രണം കിട്ടണമല്ലോ നമുക്ക്. സ്വന്തം നാവില്, കണ്ണിന്, കാതിന്, ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെയും നിയന്ത്രണം. അങ്ങനെ ഒരു യോഗി ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എന്തായി? യോഗി സർവർക്കും സഹയോഗിയാകും. അതാണ് യോഗി ജീവിതം. യോഗി സഹയോഗി. എല്ലാവരോടൊപ്പം ചേർന്ന് പോകാൻ നമുക്ക് കഴിയും. എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാനും നമുക്ക് കഴിയും. അതിനാണ് യോഗി ജീവിതം എന്ന് പറയുന്നത്. അതിനാണ് ഭഗവാൻ രാജയോഗ വിദ്യ നമുക്ക് നൽകുന്നത്. അല്പസമയം നമുക്ക് ധ്യാനത്തിലിരിക്കും. ഭരതന്റെ പാദുക പൂജ. രാമപാദം വെച്ചുകൊണ്ട് പൂജ ചെയ്ത് രാജ്യം ഭരിച്ച ഭരതൻ നൽകുന്ന പാഠം ഞാനിന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാമപാദ പിന്തുടരുക, മൂല്യവത്തായ ജീവിതം ജീവിക്കുക, ധാർമ്മികതയെ പിന്തുടരുക, വിവേകത്തോടൊപ്പം ധാർമ്മികതയും തിരിച്ചു വരണം. അപ്പോൾ മാത്രമേ രാജ്യഭരണം ഫലവത്താകൂ. ബുദ്ധി മാത്രം പോരാ, മനസ്സും ചേർന്ന് നിൽക്കണം. ഹൃദയശൂന്യരായിക്കൂടാ. കരുണയും ദയയും സ്നേഹവും വിശ്വാസവും ആദരവും സർവമൂല്യങ്ങളും അറിവിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് ജീവിതത്തിലും വിജയമുണ്ടാകുന്നത്. ഭരതൻ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുമ്പോൾ പരിവാരം മുഴുവൻ കൂടെ ചെല്ലുകയാണ്. അതായത് ഒരാൾ നല്ല കാര്യം ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാവരും ആ നന്മയ്ക്കൊപ്പം കൂട്ടുനിൽക്കുകയാണ്. സ്വയം മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നവരോടൊപ്പം കൂടെ നിൽക്കാൻ കഴിയുന്നതും സഹയോഗം കൊടുക്കുന്നതും ഏറ്റവും വലിയ മഹാനതയാണ്. അതിനാണ് ഭഗവാൻ യോഗി ജീവിതം ജീവിക്കാൻ നിർദ്ദേശിക്കുന്നത്. യോഗി സഹയോഗിയായിരിക്കും. നന്മയ്ക്ക് സഹയോഗം കൊടുത്തുകൊണ്ടേ പോകണം. രാമായണ അമൃതം നൽകി എന്നെ നിത്യേന സശക്തമാക്കുകയാണ്. മനസ്സും ബുദ്ധിയും സംസ്കാരവും സഹിതം നാൾക്ക് നാൾ സശക്തമായ ഒരു ജീവിതത്തിലേക്ക് അയനം ചെയ്യുകയാണ് ഞാൻ. ഓം ശാന്തി.